ഇടുക്കിയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ചു. ഇടുക്കി രാജാക്കാട് സ്വദേശി മധുവാണ് മരിച്ചത്. ഈ മാസം 14-നാണ് മകൻ സുധീഷ് മധുവിനെ മർദ്ദിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എന്തിന്റെ പേരിലായിരുന്നു അച്ഛനും മകനും തമ്മിൽ ഈ ഒരു മർദ്ദനം ഉണ്ടാകുന്നത്? നിലവിൽ ഈ മകൻ പോലീസിന്റെ കസ്റ്റഡിയിലാണോ? ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതുല്യ, കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മദ്യലഹരിയിൽ വീട്ടിലെത്തിയ മകൻ സുധീഷ് അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത പിതാവിനെ മാരകമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ് അവശനിലയിൽ റോഡിൽ കിടന്നിരുന്ന മധുവിനെ പിന്നീട് പ്രദേശവാസികൾ ചേർന്നാണ് ആദ്യം രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഈ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് പിന്നെ തൊടുപുഴയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മധു ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഏതായാലും ഈ മകൻ സുധീഷിനെ അന്ന് തന്നെ ഈ മരണത്തെ തുടർന്ന് അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് സുധീഷിനെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മകൻ സുധീഷ് റിമാൻഡിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ബാക്കിയുള്ള നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇനി തെളിവെടുപ്പിനായി പോലീസ് ഈ പ്രതിയെ വാങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയൊരു ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുല്യ. ബിനീഷ്, ഇടുക്കി രാജാക്കാട് മകന്റെ മർദ്ദനമേറ്റ ചികിത്സയിലായിരുന്ന അച്ഛൻ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. മകൻ പോലീസിന്റെ റിമാൻഡിലാണ് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.